വെൽക്കം ടു CMR ആൻഡ് സ്റ്റഫ്. കഴിഞ്ഞൊരു ക്ലാസ്സിനകത്ത് ഞാൻ ഷേക്സ്പിയറിൻ്റെ സോണറ്റിനെ കുറിച്ച് ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പ്ലസ് അതിൻ്റെ കൂടെ ഷേക്സ്പിയറിൻ്റെ ഫേമസ് ആയിട്ടുള്ള 4 സോണറ്റുകൾ നമ്മുടെ സിലബസിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള 4 സോണറ്റുകളുടെ സമ്മറിയും ക്രിട്ടിക്കൽ അനാലിസിസും ഇമേജറി തീം അത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഷേക്സ്പിയറിൻ്റെ സോണറ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മോഡലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ തരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ലൈൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ തന്നെ ചില സമയത്ത് സ്ട്രക്ചർ, റൈം സ്കീം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം, ചില സമയത്ത് തീം ചോദിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മോഡലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ എസ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടിട്ടില്ല. അപ്പോൾ അതിനർത്ഥം എസ് വരില്ല എന്നല്ല, ചിലപ്പോൾ എസ് വന്നുകൂടാന്നില്ല. ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞാൻ എസ് കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ദി റൈം സ്കീം ഓഫ് ഷേക്സ്പിയറിയൻ സോണറ്റ് അത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഇൻ സോണറ്റ് 144? 144-നകത്ത് ആരെക്കുറിച്ചാണ് പറയുന്നത്, എന്താണ് അതിൻ്റെ സെൻട്രൽ കോൺഫ്ലിക്റ്റ്? അപ്പോൾ നിങ്ങളുടെ സോണറ്റിൻ്റെ സമ്മറി അല്ല സമ്മറിയുമായിട്ട് അല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാലാണ് നമുക്കത് ആ ഒരു രീതിയിൽ ആ ഒരു സോണറ്റിന് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 5 മാർക്സിൻ്റെ വന്നിട്ടുള്ളത് ഹൗ ഡു സോണറ്റ്സ് 18 and 55 എക്സ്പ്ലോർ ദ തീം ഓഫ് പോയറ്റിക് ഇമ്മോർട്ടാലിറ്റി. അതിൻ്റെ കമ്പാരിസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അതുപോലെ സോണറ്റ് 18 സോണറ്റ് 55 രണ്ടും സെപ്പറേറ്റും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പോയറ്റിക് ഇമ്മോർട്ടാലിറ്റിയാണ് രണ്ടിലും തീം വരുന്നത്. അത് മാത്രമല്ല അത് കമ്പയർ ചെയ്യുന്നത് ഏത് രീതിയിലാണ് എന്ന് നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടേം വോൾട്ട ഇൻ എ ഷേക്സ്പിയറിയൻ സോണറ്റ്. അതായത് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഇടയിൽ വരുന്ന പെട്ടെന്നുള്ളൊരു മാറ്റത്തിനെയാണ് നമ്മൾ വോൾട്ട പറയുക. അപ്പോൾ ഇടയ്ക്ക് ഓരോ സോണറ്റ് പറയുന്ന സമയത്തും അതിനകത്ത് എവിടെയാണ് ഈ വോൾട്ട വരുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിത് എഴുതുന്ന സമയത്ത് എന്താണ് വോൾട്ട എന്ന് എഴുതുക, പ്ലസ് അതിൻ്റെ കൂടെ എക്സാമ്പിൾ ഇന്ന സോണറ്റ് ഇന്ന ഭാഗത്താണ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ജസ്റ്റ് വോൾട്ട മാത്രം എഴുതിയിട്ട് കാര്യമില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ ഷേക്സ്പിയറിയൻ സോണറ്റ്? ഷേക്സ്പിയറിയൻ സോണറ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താണ്? നമ്മൾ 3 ക്വാർട്ടേൺസ്, 1 കപ്ലെറ്റ്, ഷേക്സ്പിയറിയൻ സോണറ്റിൻ്റെ റൈം സ്കീം, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ദ ഫ്രേസ് ഫയർ മൈ ഗുഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 144-നകത്തൊരു കോംപ്ലെക്സ് ആയിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞല്ലോ ലാസ്റ്റിൽ ഒരു സോണറ്റിൽ. അപ്പോൾ അതിനകത്ത് ഈ ഒരു ലൈന് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ദ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഇൻ സോണറ്റ് 144 എന്ന് ആദ്യത്തെ പറഞ്ഞ ആ ഒരു 2 മാർക്സിന് വന്നിട്ടുള്ളതും ഇവിടെ വാട്ട് ഈസ് ദ ഫ്രേസ് ഫയർ മൈ ഗുഡ് വൺ ഔട്ട് എന്ന് പറയുന്നതും ഏകദേശം തീം ഒന്നാണ്. പക്ഷെ നമുക്ക് ആ ഒരു സമ്മറിയിൽ നമ്മൾ അത്രയും മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇത് രണ്ടും സെയിം ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ രണ്ടിൻ്റെയും ആൻസർ ഏകദേശം ഒന്നായിട്ട് തന്നെ വരിക. അതായത് ഇവിടെ ആ ഒരു ലേഡി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുക, ഫ്രണ്ടിനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ടെൻഷനാണ് ഇവിടെ പറയുന്നത്. ഏകദേശം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് 144-നകത്തുള്ള ഈ കോൺഫ്ലിക്റ്റ്, സെൻട്രൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും റിപ്പീറ്റായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞാൻ കണ്ടിരുന്നു. ദെൻ ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഹൗ ഡസ് ഷേക്സ്പിയർ സബ്വേർട്ട് പെട്രാക്കിൻ കൺവെൻഷൻസ് ഇൻ സോണറ്റ് 130? സോണറ്റ് 130-കകത്ത് പെട്രാക്കിൻ കൺവെൻഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയും. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ലേഡീനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നില്ല പെട്രാക്കിൻ സോണറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് അതിൻ്റേതായ കുറേ രീതികളുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ കാണിക്കുന്നത് അല്ലെങ്കിൽ കാമുകിയെ കാണിക്കുന്നത് കുറച്ചും കൂടി അത്രയും എക്സാജുറേറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെയുള്ള കുറേ ഡിവൈനായിട്ടാണ് കാണിക്കുന്നത് ആ കാലത്ത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പെട്രാക്കിൻ്റെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഷേക്സ്പിയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് സോണറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന രീതി. അപ്പോൾ എസ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് എഴുതാനും അല്ലെങ്കിൽ പിന്നെ വരുന്നത് ഈ രീതിയിലാണ് എന്ന് കാണിക്കാനുമാണ് ഇപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടെ അത് അറ്റാച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തത് കേട്ടോ. താങ്ക് യു സോ മച്ച്.